ഒമാനിലെ സൂറിൽ താമസിക്കുന്ന മലപ്പുറം വള്ളിക്കുന്ന് സ്വദേശികളായ മുഹമ്മദ് റഫീഖും കുടുംബാംഗങ്ങളും പെരുന്നാൾ അവധി ആഘോഷിക്കാനാണ് ഇറാനിലേക്ക് പോയത്. ടൂറിസ്റ്റ് സ്ഥലങ്ങൾ സന്ദർശിച്ച് 4 ദിവസത്തിന് ശേഷം മസ്കറ്റിലേക്ക് തിരിക്കാനിരിക്കെ 12-ന് പുലർച്ചെയാണ് ഇസ്രയേൽ ആക്രമണം ഉണ്ടാകുന്നത്. പിറ്റേന്ന് പുലർച്ചെ തെഹ്റാൻ വിമാനത്താവളത്തിലെത്തിയപ്പോഴാണ് പുറപ്പെടുമെന്ന് ആദ്യം അറിയിച്ചിരുന്ന വിമാനം പിന്നീട് റദ്ദാക്കിയ വിവരം അറിയുന്നത്. തുടർന്ന് ഇറാനിലെ ഇന്ത്യൻ എംബസിയുടെ ഫോൺ നമ്പറിൽ ഇവർ ബന്ധപ്പെട്ടു. ഇതിനിടെ ഇതേ വിമാനത്തിൽ പോകേണ്ടിയിരുന്ന ഒമാൻ സ്വദേശികൾ ഇവരെ ഒമാൻ എംബസിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മറ്റു രാജ്യങ്ങളിലെ പൗരന്മാരെ സ്വീകരിക്കാൻ നിർവാഹമില്ലാഞ്ഞിട്ടും ഒമാനി യാത്രികരുടെ ഇടപെടലിനെ തുടർന്ന് ഇവർക്കും ഒമാൻ എംബസി താമസ സൗകര്യം ഒരുക്കി നൽകി. പിന്നീട് ഒമാനി രക്ഷാസംഘത്തിനൊപ്പം ഇവരെയും കൂട്ടുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന ഒമാനി പൗരന്മാരുടെ ശക്തമായ ഇടപെടലും മാനുഷിക പരിഗണനയും കണക്കിലെടുത്താണ് ഒമാൻ എംബസി അനുകൂല തീരുമാനമെടുത്തത്. 2ാം ഘട്ട രക്ഷാദൗത്യത്തിൽ റോഡ് മാർഗം ഇറാഖിലെ ബസ്ര വഴി ഒമാനിലെത്തിക്കാൻ ഒമാനി പൗരന്മാരുടെ കൂടെ ഇവരെയും കൊണ്ടുപോയി. പക്ഷേ ഇവർക്ക് ഇറാഖ് വിസ ഇല്ലാത്തതിനാൽ ഇറാഖിലേക്ക് പ്രവേശിക്കാൻ അനുമതി ലഭിച്ചില്ല. കൂടെയുണ്ടായിരുന്ന ഒമാനി ഉദ്യോഗസ്ഥന്റെ ശ്രമഫലമായി മസ്കറ്റിൽ നിന്നുള്ള ഉന്നത ഇടപെടലിലാണ് 4 മലയാളികൾക്കും ഇറാഖി വിസയും അതിലൂടെ ഒമാനിലേക്കുള്ള മടക്കവും സാധ്യമാക്കിയതെന്ന് റഫീഖ് പറഞ്ഞു. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് ഇറാഖിലെ ബസ്രയിൽ നിന്നും ഇവർ മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയത്. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.